ഈ നോൺ വെജ് കറികളിൽ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് ബീഫ് കറി ഉണ്ടാക്കാനാട്ടോ. അതിനായിട്ട് കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 2 സ്പൂണ്, ഹാഫ് ദ ലെമൺ പിഴിഞ്ഞൊഴിക്കുക. ഞാൻ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. എന്നിട്ട് കുക്കറിൽ വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഒരു ഹാഫ് ആൻ അവർ ടു 45 മിനിറ്റ് വേവിച്ചെടുക്കാം. ഉള്ളി, തക്കാളി, പച്ചമുളക് ഇത്രയും ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. ഉള്ളി എടുത്താലാണ് ടേസ്റ്റ് ഉണ്ടാവുക. പാനിലേക്ക് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഞാൻ 2 സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് വഴറ്റുന്നുണ്ട്. അത് ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കുക. ഉള്ളി ഉപ്പിട്ട് വഴറ്റാം കേട്ടോ. ഒരു ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വഴന്ന് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കുക. നല്ലപോലെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് വഴന്ന് വരുമ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അഗെയിൻ നമുക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, കാശ്മീരി ചില്ലി, നോർമൽ ചില്ലി ഇത്രയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്യുക. മൂത്ത് വരുമ്പോൾ ബീഫ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക. അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കറി അങ്ങോട്ട് കുറുക്കിയെടുത്താലുണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. മല്ലിയില ഇടുന്നിടക്ക് മല്ലിയില ഇടാം കേട്ടോ. എൻ്റെ എപ്പോഴത്തെയും ഫേവറേറ്റ് കോംബോ എന്ന് പറയുന്നത് പുട്ടും ബീഫ് കറിയാണ് കേട്ടോ. നിങ്ങളുടെ ഏതാണെന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്